ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കേളപ്പിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതെന്നാണ്. സോ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കോമ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഷാമ്പു കണ്ടീഷണർ അല്ല കേട്ടോ, ഹെയർ മാസ്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം എൻ്റെ ഹെയർ ഭയങ്കര ഡാമേജ്ഡ് ആണ്, പിന്നെ കളർ ഹെയറും ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെയർ മാസ്ക് ആയിരിക്കും. കുറച്ചും കൂടെ പ്രൊട്ടക്ഷനും കുറച്ച് സ്ട്രെങ്തനൊക്കെ കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത് അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നെക്സ്റ്റ് നമ്മുടെ തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത് കേൾ ഡിഫൈനിങ് ക്രീമാണ്. ഇതാണ് നമ്മുടെ സ്റ്റൈലിംഗ് ക്രീം. ഇത് നമ്മൾ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാനും നമ്മുടെ ഫ്രിസ്നെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതും കേളപ്പിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ, നമ്മുടെ ഹെയറിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ വാട്ടർ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഈ സ്റ്റൈലിംഗ് ക്രീമാണ് സത്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഇതാണ് നമ്മുടെ കേൾസ് ഡിഫൈൻ ചെയ്ത് കിടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് അത് എമൾസിഫൈ ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക. പിന്നെ വേറൊരു കാര്യം നോക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെറ്റ് ഹെയർ ആയിരിക്കണം. നമ്മുടെ മുടിയിൽ എത്രയും വെള്ളം ഉണ്ടോ അത്രയും നന്നായിട്ട് ഈ പ്രോഡക്റ്റൊക്കെ നമ്മുടെ മുടിയിൽ അബ്സോർവ് ആവാനായിട്ട് നമുക്കത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. സോ നിങ്ങളിങ്ങനെ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ റൂട്ടിൽ അപ്ലൈ ചെയ്യരുത്. നമ്മളെല്ലാം ആ മുടിയുടെ ലെങ്തിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഞാനിങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. കാരണം ഇപ്പോൾ എനിക്ക് ടൈമില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ പോർഷനൊക്കെ എടുത്തിട്ട് നമുക്ക് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രോഡക്റ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ വെറ്റായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്കത് സ്റ്റൈൽ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ പ്രോഡക്റ്റൊക്കെ നന്നായിട്ട് നമ്മുടെ ഹെയറിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോമ്പ് വെച്ച് ചീവി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് സ്ക്രഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബിലോ. സോ ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും സ്പീഡിൽ എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 ഇയർ ആയിട്ടുണ്ട്. 1 ഇയർ കഴിഞ്ഞു. എൻ്റെ ഒരു ബോട്ടിൽ ഫുള്ള് ഞാൻ തീർത്തതാണ്. സോ എനിക്ക് ഇത് കൊണ്ടിട്ടുള്ള പ്രയോജനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പണ്ടത്തെ ഹെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു, പിന്നെ ഭയങ്കര ഡാമേജ്ഡ് ഹെയർ ആയിരുന്നു. നമ്മൾ തുമ്പത്തൊക്കെ പിടിക്കുമ്പോൾ ചകിരിനാല് പോലെയായിരുന്നു എൻ്റെ മുടി കിടക്കുന്നത്. സത്യത്തിൽ അങ്ങനെയായിരുന്നു. പിന്നെ ഈ പ്രോഡക്റ്റും ഈ ഷാമ്പും കണ്ടീഷണറൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഹെയർ സോഫ്റ്റ് ആവാൻ തുടങ്ങിയത്. ഫ്രിസ്നെസ് ശരിക്കും കുറഞ്ഞു. സോ അപ്പോൾ നിങ്ങൾക്ക് കേളി ഹെയർ ആണെങ്കിൽ നിങ്ങൾക്കെങ്കിൽ ഫ്രിസി ഹെയർ ആണെങ്കിൽ നിങ്ങളൊരു കേൾ ഡിഫൈനിങ് ക്രീമോ ഷാമ്പോ കണ്ടീഷണറോ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഹെയർ കെയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ വേറെ ഏത് ഷാമ്പും കണ്ടീഷണറും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ അത് ഫ്രിസി ആക്കത്തേ ഉള്ളൂ, പിന്നെ ഡാമേജ്ഡും ആക്കും. നിങ്ങൾ ഡവ് ആയിക്കോട്ടെ, ക്ലിനിക് പ്ലസ് ആയിക്കോട്ടെ, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആയിക്കോട്ടെ, ഏത് ഷാമ്പു ഉപയോഗിച്ചിട്ടായാലും ഫ്രിസി ആക്കത്തേ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴാണ്, കേൾ ഷാമ്പു ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് വ്യത്യാസം മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹെയർ ജെല്ലാണ്. ഇത് ഞാൻ ഇത് നേരത്തെ യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ കേൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട്, കുറച്ചും കൂടെ ഫ്രിസ്നെസ് ഒക്കെ കുറഞ്ഞായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ അനുസരിച്ചിട്ട് കുറച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത്ര എടുക്കുന്നുള്ളൂ. നന്നായിട്ട് എമൾസിഫൈ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. മുടി നല്ല സോഫ്റ്റ് ആക്കും ഇത് യൂസ് ചെയ്തതിന് ശേഷം. ഞാൻ കുറച്ചും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സെറം. ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോയ വീഡിയോയുടെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു ഹെയർ സെറം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് പറയാണ്. ബയോലാക്കിൻ്റെ സ്മൂത്തനിങ് സെറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
എനിക്ക് അത്യാവശ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് അവക്കാഡോടെയാണ്, നല്ല സ്മെല്ലും ഇതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതും കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അത്രയുള്ള താങ്ക് യു ഗൈസ്.